സച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക സേതുമാധവനോട് സംസാരിക്കാൻ വരികയാണ്. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ എന്താ മോളെ എന്നും പറഞ്ഞ് സേതുമാധവൻ ഇരിക്കുകയാണ്. തുടർന്ന് അനഘയുടെയും സന്ദീപിൻ്റെയും കാര്യമാണ്. അവരുടെ വിവാഹം മുടങ്ങിപ്പോയതല്ലേ, അനഘയ്ക്ക് ആ ഒരു വിഷമമുണ്ട്. നാണക്കേടും ഒക്കെ ആയതിൽ നമുക്കൊന്നുകൂടി അത് മുഹൂർത്തമൊക്കെ കുറിച്ച് നടത്തേണ്ടേയും ചോദിക്കുകയാണ്. അന്നേരം ദോഷങ്ങളൊക്കെ മാറിയിട്ട് നടത്തിയാൽ പോരെ, അങ്ങനെയാണ് സച്ചിയും അർച്ചനയും പറയുന്നതെന്ന് പറയുമ്പോൾ അവന്തികയുടെ മുഖഭാവം പെട്ടെന്ന് മാറുകയാണ്. പക്ഷെ അവന്തിക അവിടെ കൂടുതൽ സേതുമാധവൻ കൂടുതൽ കല്യാണം നടത്താനായിട്ട് നിർബന്ധിക്കുകയാണ്. നമ്മളായിട്ടല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്, അനഘയും സന്ദീപും ഒരുപാട് അടുത്ത് കഴിഞ്ഞു, അവരൊരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടതല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ദോഷങ്ങളൊക്കെ തീർക്കാം, അതല്ലേ വേണ്ടത്, ഇനിയും അവരെ അകറ്റി നിർത്തുന്നത് ശരിയല്ല, സ്നേഹിക്കുന്നവരെ ഒരുമിപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ് സേതുമാധവനെ അങ്ങ് പിരിയേറ്റുകയാണ്. അന്നേരം അതൊക്കെ സേതുമാധവൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നാൽ അച്ഛൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് അർച്ചനയും സച്ചിയും കൂടി വക്കീലിനെയൊക്കെ പോയി കണ്ടിട്ട് അത് സന്തോഷത്തോടു കൂടി ചിരിച്ച് കയറി വരികയാണ്. അന്നേരം നിങ്ങളിത് എവിടെ പോയതാ രാവിലെ എന്നും പറഞ്ഞ് സേതുമാധവൻ നിൽക്കുമ്പോൾ പോയ അവന്തിക തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം ഞങ്ങളൊരു ആവശ്യത്തിന് പോയതാണെന്ന് പെട്ടെന്ന് സച്ചി അങ്ങ് പറയുകയാണ്. തുടർന്ന് ഞാനൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു, സന്ദീപിൻ്റെ അനഘയുടെയും വിവാഹകാര്യമാണ്, അവന്തിക അക്കാര്യം പറയുകയായിരുന്നു എന്ന് പറയുമ്പോൾ അർച്ചനയും സച്ചിയും ഇങ്ങനെ അവന്തികയെ നോക്കുകയാണ്. തുടർന്ന് അവന്തിക പറയുന്നുണ്ട്, അത് എത്ര നമ്മൾ നടത്താൻ ശ്രമിച്ചാലും അത് മുടങ്ങുകയേ ഉള്ളൂ എന്ന്, എന്തിനാ ഏട്ടത്തി വീണ്ടും ശ്രമിച്ച് പരാജയപ്പെടുത്തുന്നത്, നമ്മൾ ഓരോന്ന് തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ തീരുമാനം അതല്ലാന്ന് തെളിഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ സേതുമാധവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അർച്ചന അങ്ങ് പറയുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞ ജ്യോത്സ്യൻ പറഞ്ഞ വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, ദോഷങ്ങളൊക്കെ തീർത്തിട്ട് പോരെ വിവാഹം, അന്ന് നമ്മളെല്ലാം കൂടി ഒരുമിപ്പിച്ച് എല്ലാം കൂടി വീണ്ടും മുഹൂർത്തമാക്കി ചെല്ലുമ്പോൾ വീണ്ടും അനഘ അങ്ങ് ബോധം കെട്ട് വീണാൽ എന്താ ചെയ്യുക ഏട്ടത്തി, അന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ എന്നൊക്കെ എന്ന് വെച്ചാൽ അവന്തികയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ മുന്നേ വെച്ചാണ് അവന്തിക സംസാരിക്കുന്നത്. പക്ഷേ സേതുമാധവൻ വിചാരിക്കുന്നത് ജ്യോത്സ്യൻ പറഞ്ഞ ആ കാര്യങ്ങളുമൊക്കെയാണ്. അർച്ചനയ്ക്കും അവന്തികയ്ക്കും പറയുന്നത് എന്താണെന്നും കേൾക്കുന്നത് എന്താണെന്നും നല്ല ബോധ്യമുണ്ട്. പക്ഷേ സച്ചിയും സേതുമാധവനൊന്നും അതൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്നും അർച്ചന അങ്ങ് പറയുകയാണ്, സന്ദീപിൻ്റെ വിവാഹം എനിക്കൊരു സ്വപ്നം തന്നെയാണ്, അതേപോലെ അനഘയുടെ വിവാഹം നടത്തണമെന്നും ഏട്ടത്തിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ആതിരയെ പോലെ തന്നെയാണ് അനഘയും, അപ്പോൾ ആ ഒരു ആതിരയുടെ സ്ഥാനത്ത് നിന്ന് ആ ഒരു വിവാഹം നടത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, ദോഷങ്ങളൊക്കെ തീർന്ന് നമുക്ക് എല്ലാം കൂടി ക്രമമായി തിട്ടപ്പെടുത്തിയിട്ടൊക്കെ നടത്താം, അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം, എന്താ അച്ഛാന്നിങ്ങനെ അർച്ചനയും ചോദിക്കുകയാണ്. അന്നേരം മാഗന്തിയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് അർച്ചനയുടെ സംസാരമൊക്കെ കേട്ടിട്ട്. തുടർന്ന് സേതുമാധവൻ പറയുന്നുണ്ട്, പിള്ളേരുടെ വിഷമം കൂടി ആയപ്പോൾ അവന്തിക പറഞ്ഞപ്പോൾ ഞാനൊരു കുഴപ്പത്തിലായി, എന്തായാലും ഞാൻ ആലോചിച്ചൊരു തീരുമാനം പറയാമെന്ന് പറഞ്ഞിട്ട് സേതുമാധവൻ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സച്ചിയേട്ടാ ഞാൻ വന്നേക്കാമെന്ന് സച്ചിയോട് ഇങ്ങനെ പറയുമ്പോൾ സച്ചി അങ്ങ് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. തുടർന്ന് അർച്ചന ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇനിയും എൻ്റെ കണ്ണ് വെട്ടിച്ച് ഇമാതിരി പണിക്ക് ഇറങ്ങിയാലുണ്ടല്ലോ കാലേ വാരി ഞാൻ നിലത്തടിച്ച് കളയുമെന്ന് പറയുകയാണ്. അന്നേരം അർച്ചനയുടെ സംസാരത്തിൽ അവന്തിക അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്, നന്നായിട്ട് പേടിക്കുന്നുണ്ട് അവന്തിക. പക്ഷേ അവന്തിക അന്നേരം ആലോചിക്കുന്നുണ്ട്. അവന്തിക മുൻപൊരിക്കൽ അർച്ചനയോട് പറഞ്ഞ അതേ ഡയലോഗാണ്, ഇമാതിരി പണിയായിട്ട് ഇറങ്ങിയാൽ കാലേ വാരി ഞാൻ ഭിത്തിയിലടിക്കുമെന്ന്. അന്നേരം അതങ്ങ് പേടിയോടുകൂടി അവന്തിക ഓർക്കുന്നുണ്ട്. അന്ന് അവന്തിക തന്നെ അർച്ചനയോട് പറഞ്ഞ അതേ ഡയലോഗ് അർച്ചന ഇപ്പോൾ തിരിച്ചു പറഞ്ഞപ്പോൾ. തുടർന്ന് അർച്ചനയാണെങ്കിൽ ദേഷ്യഭാവം മാറി പെട്ടെന്നങ്ങ് ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ ഒരു ഡയലോഗാണ് പറയേണ്ടത്, പക്ഷെ ഞാനതെന്തായാലും പറയുന്നില്ല, എൻ്റെ പൈതൃകവും സംസ്കാരവും ഒന്നും അതിനെ അനുവദിക്കില്ല, അത് വേറെയാണ് എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇങ്ങനെ അവന്തികയെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ അവന്തികയാണെങ്കിൽ ഒരു അക്ഷരം മറുത്ത് പറയുന്നില്ല. തുടർന്ന് അർച്ചന പറയുകയാണ്, ആദ്യം ദോഷങ്ങളൊക്കെ തീരട്ടെ, പിന്നെ നമുക്ക് വിവാഹം നടത്താനൊക്കെ നോക്കാം, പക്ഷേ ദോഷങ്ങൾ തീർന്നാലും അനഘയുടെ വളർത്തു ദോഷം കാരണം ഈ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന്. അന്നേരം ഡോക്ടർ സന്ധ്യയുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ ഞാൻ പറയുകയാണ്, ഇനി കല്യാണം നടത്താൻ ശ്രമിച്ചാൽ അനിയത്തിയുടെ മാത്രമല്ല ചേട്ടത്തിയുടെയും കൂടിയായിരിക്കും ബോധം പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആ സന്ധ്യയും അവരുടെ ഭർത്താവും എല്ലാം കൂടി ചേർന്നുള്ളൊരു കളി, ഇത് വേണമെങ്കിൽ നീ നിർത്തിക്കോ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവന്തി പറയുകയാണ്, നീ എനിക്കിത്ത പോരാളി തന്നെയാണ്, 1-0 നീ ഇപ്പോൾ മുന്നിൽ തന്നെയാണെന്ന് പറയുമ്പോൾ അതിന് ഞാൻ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നിങ്ങളൊന്നും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അർച്ചന അങ്ങനെയല്ല, പറയില്ല, പ്രവർത്തിച്ച് കാണിക്കും. പിന്നെ നിങ്ങൾ എന്നോട് പൊരുതാൻ തയ്യാറാണെങ്കിൽ ഈ വിവാഹം ഒന്ന് നടത്തി കാണിക്കുക, അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാം. അതിനുശേഷം ഇത്രയുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് ഇതൊന്നും ഞാൻ ആരോടും പറയാത്തത്, അർച്ചനയുടെ കൈപ്പിടിയിൽ നിങ്ങൾ ഒതുങ്ങും എന്നുള്ളത് തന്നെയാണ്. അവസാന വിജയം എന്തായാലും അർച്ചനയ്ക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വിവാഹം ഒന്ന് നടത്തി കാണിക്കുക, അപ്പോൾ കാണാം ബാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞിട്ട് അർച്ചന അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്.
ഇതേസമയം റൂമിലെത്തുന്ന സച്ചിയാണെങ്കിൽ അർച്ചന പാക്ക് ചെയ്ത് പോയ ഡ്രസ്സ് എല്ലാം കൂടി തിരിച്ച് ഷെൽഫിലേക്ക് വെക്കുകയാണ്. അവിടെയാണെങ്കിൽ അർച്ചനയുടെയും സച്ചിയുടെയും ഡ്രസ്സെല്ലാം 2 ഷെൽഫിലായിട്ടാണ് ഇരുന്നത്. സച്ചിയാണെങ്കിൽ അർച്ചനയുടെ ഷെൽഫിലെ ഡ്രസ്സെല്ലാം തൻ്റെ ഷെൽഫിലേക്ക് മിക്സ് ആയിട്ട് വെക്കുകയാണ്. സാരിയും ഷർട്ടും പാൻസും എല്ലാം കൂടി ചേർന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. തുടർന്ന് അർച്ചന കയറി വരുമ്പോൾ ആ ഒഴിഞ്ഞ പെട്ടിയുമായിട്ട് ഇങ്ങനെ സച്ചി നിൽക്കുന്നതാണ് കാണുന്നത്. അർച്ചന ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം തിരികെ എടുത്തു വെച്ചു എന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇനി നമ്മുടെ ഡ്രസ്സെല്ലാം 2 ഷെൽഫിലല്ല ഇരിക്കേണ്ടത്, ഒന്നിലാണ് ഇരിക്കേണ്ടതെന്ന്. തുടർന്ന് അർച്ചന പോയി തൻ്റെ ഡ്രസ്സ് ഇരുന്ന ഷെൽഫ് തുറന്നു പോകുമ്പോൾ അതിൽ എംറ്റി ആയിട്ട് ഒന്നും കാണുന്നില്ല. തുടർന്ന് ഇപ്പുറത്തെ ഷെൽഫ് തുറക്കുമ്പോൾ അർച്ചനയുടെയും സച്ചിയുടെയും ഡ്രസ്സെല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കുന്ന കാണുകയാണ്. തുടർന്ന് അർച്ചനയ്ക്ക് അങ്ങ് ആകെ സന്തോഷമാവുകയാണ്. തുടർന്ന് സച്ചി ഇങ്ങനെ തമ്പ് കാണിച്ചിട്ട് സെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സന്തോഷത്തോടു കൂടി അർച്ചനയും സച്ചിയും കൂടി സച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ ഈ മുറിയിൽ നിന്ന് വിഷമത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയതെങ്കിലും ഇപ്പം നമ്മൾ വളരെ സന്തോഷമല്ലേ എന്നും പറഞ്ഞ് ആകെ ഒരു സന്തോഷം മൂഡിൽ സച്ചി നിൽക്കുകയാണ്. തുടർന്ന് അർച്ചന ചോദിക്കുകയാണ്, എൻ്റെ ഒരു ചോദ്യത്തിന് കൂടി സച്ചിയുടെ മറുപടി പറയണം. ഇവിടെ നിന്നും പിരിയണമെന്നും പറഞ്ഞല്ലേ വക്കീൽ ഓഫീസിലേക്ക് പോയത്, പിന്നെ എന്തുകൊണ്ടാണ് തീരുമാനം മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ് എന്നെനിക്ക് തോന്നി. താൻ എന്നെ സ്നേഹിക്കുമ്പോൾ തിരിച്ചാ സ്നേഹം തരാനായിട്ട് താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നി. മറ്റൊരാൾക്ക് നമ്മളെ സ്നേഹം കൊടുത്തിട്ട് കാത്തിരിക്കുമ്പോൾ അയാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വിഷമം എനിക്ക് മനസ്സിലായതാണ്. ആ വിഷമമല്ലേ തനിക്കും ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ സ്നേഹിച്ച ആളിൻ്റെ പേര് പോലും പറയാതിരുന്നത്. ഞാൻ അയാളെയും തന്നെയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ താനാണ് എൻ്റെ കൂടെ വേണ്ടത്. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മൾ സ്നേഹിക്കുന്നവരാണ് കൂടെ കൂട്ടേണ്ടതെന്ന് തോന്നി. അതുകൊണ്ടാണെന്നും പറഞ്ഞ് കുറേ ഡയലോഗ് പറയുന്നുണ്ട്. തൻ്റെ ഒരു ചെറിയ ചോദ്യത്തിന് ഇത്രയും വലിയ ഉത്തരം പോരെയും ചോദിക്കുമ്പോൾ മതി ധാരാളം ഒന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി അർച്ചന നിൽക്കുകയാണ്. സച്ചിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എന്നെ മനസ്സിലാക്കി എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അടുക്കളയിലെ പുകമുറയ്ക്കുള്ളിൽ ജീവിക്കുന്ന കുറേ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടായിരുന്നു അർച്ചന. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. എന്നെ സച്ചിയേട്ടൻ കൂടുതൽ മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറയുകയാണ്. അന്നേരം എൻ്റെ പ്രാർത്ഥന മറ്റൊന്നായിരുന്നു എന്നും പറഞ്ഞ് സച്ചിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ്. പിന്നീട് സച്ചി പറയുന്നുണ്ട്, പക്ഷേ ആ പ്രാർത്ഥന കേൾക്കാതിരുന്നത് നന്നായി, തന്നെയാണ് ദൈവം എനിക്ക് വിധിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് സച്ചി 1 മിനിറ്റ് മാറുകയാണ് അവിടെ നിന്ന്. അന്നേരം അർച്ചനയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ കട്ടിലേക്ക് ഇരുന്ന് ആ വക്കീൽ ഓഫീസിൽ വെച്ച് സച്ചിയുടെ ഡിവോഴ്സ് പേപ്പറിൽ ഐ ലവ് യു അർച്ചന എന്നെഴുതിയതും പിന്നീട് വഴിയിൽ വെച്ച് പറഞ്ഞതും പിന്നീട് അന്ന് ദോശ കഴിച്ച് ആ കട്ടൻ ചായ കുടിക്കാനായിട്ട് മതിൽ ചാടി പോയതും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തങ്ങ് സന്തോഷിച്ച് ആ കല്യാണ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ്. തുടർന്ന് സച്ചിയാണെങ്കിൽ ഒരു സാരിയുമായിട്ട് തിരികെ വരികയാണ്. അന്ന് അമ്മൂന് വാങ്ങി വെച്ചിരുന്ന സാരി അർച്ചന ഉടുത്തപ്പോൾ അർച്ചനയോട് വല്ലാതെ ദേഷ്യപ്പെടുകയും കോപിക്കുകയും ഒക്കെ ചെയ്തില്ലേ. ആ ഒരു സാരിയും കൊണ്ടാണ് സച്ചി തിരിച്ചു വരുന്നത്. ചില തൻ്റെ സന്തോഷങ്ങൾ തനിക്ക് ഞാൻ സങ്കടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ, അന്നത് ഉടുത്തപ്പോൾ ഞാൻ തന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സംഭവങ്ങൾ ഇങ്ങനെ അർച്ചന പേടിയോടുകൂടി ഓർക്കുകയാണ്. സച്ചി സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതും ആ കാലിൽ കുപ്പിച്ചില്ല് കൊണ്ടതും ഒക്കെ ഓർക്കുന്നുണ്ട്. ഇത് ഉടുക്കാൻ ഏറ്റവും യോഗ്യത താൻ തന്നെയാണ്, ദാ വാങ്ങ് എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സന്തോഷത്തോടു കൂടി അത് നീട്ടുകയാണ്. പക്ഷെ അർച്ചന ആ ഒരു പേടിയിൽ നിന്നിട്ട് എനിക്കിത് വേണ്ട സച്ചിയേട്ടാന്ന് പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. തുടർന്ന് സച്ചിയുടെ മുഖം പെട്ടെന്ന് മാറുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല ഞാനിത് വാങ്ങാത്തത്, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസവും തകർന്ന ദിവസവും ഇന്നായിപ്പോവും. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ച് തുടങ്ങുമ്പോൾ സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോൾ അന്ന് ഞാനിത് വാങ്ങിച്ചോളാം, അതുവരെ ഇതാ പഴയ മുറിയിൽ തന്നെ ഇരുന്നോട്ടെ, അന്ന് ഞാൻ വാങ്ങിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അന്നേരം സച്ചിക്ക് സന്തോഷമാകുന്നുണ്ട്. പിന്നെ അർച്ചന നന്ദിയൊക്കെ പറയുകയാണ്. അവസാന നിമിഷത്തിൽ എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്, എന്നെ ഞാനാക്കി മാറ്റിയതിനെന്നൊക്കെ പറയുമ്പോൾ സച്ചി ഇങ്ങ് ചിരി വരികയാണ്. തുടർന്ന് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ചിരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് നന്ദൻ്റെ അടുത്തേക്ക് കെട്ടിയിട്ടിരിക്കുന്ന നന്ദൻ്റെ അടുത്തേക്ക് അവന്തിക വരികയാണ്. അന്നേരം നന്ദൻ താടിയും മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല ക്ലീൻ ഷേവായിട്ട് വൃത്തിയായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അന്നേരം താടിയും മുടിയൊക്കെയുള്ള മുഖത്തിൽ നിന്നും നിങ്ങളുടെ എക്സ്പ്രഷനൊക്കെ വായിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, അതുകൊണ്ടാണ് ഇവന്മാരോട് ഞാൻ നിങ്ങൾ വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നിൻ്റെ മുഖത്താകെ നിരാശയാണല്ലോ എന്നിങ്ങനെ നന്ദൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവന്തികയുടെ ഭാവം മാറുകയാണ്. നീ ആലോചിച്ചിരുന്ന വിവാഹം നടത്തിയില്ലല്ലേ, അർച്ചന അത് മുടക്കിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവളെ ഞാൻ ഒതുക്കും എന്നൊക്കെ പറയുകയാണ്. അന്നേരം അത് നിനക്ക് സാധിക്കില്ല, നിനക്ക് പോകുന്ന എതിരാളിയല്ല, അവളെല്ലാം ഏതും പൈശാചിക പിറവിക്കും നശിപ്പിക്കാനായിട്ട് ഒരു അവതാരം എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് അർച്ചന. നീ തന്നെ കൊണ്ടുവന്ന നിൻ്റെ എതിരാളി, ഒരു പ്രസവിക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്ന് അടുക്കളക്കാരിയാക്കാമെന്ന് നീ വിചാരിച്ചു, പക്ഷെ നിൻ്റെ മോഹങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം നെല്ലിശ്ശേരിയിലെ നന്ദനെ ഞാൻ എന്താ മുന്നേ കെട്ടിയിട്ടിരിക്കുന്നില്ലേ, അതുപോലെ എൻ്റെ
എൻ്റെ ഉള്ളം കയ്യിൽ ഒതുക്കും അർച്ചനയെന്ന് പറയുമ്പോൾ അത് നിനക്ക് ഒരിക്കലും സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. നീ എത്ര ശ്രമിച്ചാലും അർച്ചനയെ തോൽപ്പിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല. നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, സമാധാനത്തോടു കൂടി ഞാൻ മരിക്കും. പക്ഷേ അതെന്തുകൊണ്ടാണെന്നോ, നീ പറഞ്ഞ അറിവേ അർച്ചനയെക്കുറിച്ച് എനിക്കുള്ളൂ. അർച്ചന എന്ന പേരിലുള്ള വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ അവന്തിയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിലിരിക്കുകയാണ്. ഇതേസമയം വൃന്ദാവനത്തിൽ കമലയിടത്തെയും മാഷും കൂടി ആതിരയുടെയും സന്ദീപിൻ്റെയും വിവാഹകാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതുവേട്ടനോടും അവന്തികയോടും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അവന്തിക വരുന്നുണ്ട്. അന്നേരം നമ്മളിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ അങ്ങോട്ട് വരുന്നതിനെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവന്തിയെ കയറി വരുന്നത്. ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ. തുടർന്ന് സന്ദീപിൻ്റെ അനഘയുടെയും വിവാഹം മുടങ്ങിപ്പോയല്ലോ, ആതിരയുമായിട്ട് സ്നേഹബന്ധമുണ്ടെന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. എങ്കിൽ ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ എത്തിക്കില്ലായിരുന്നു. എനിക്ക് അനഘയെ പോലെ തന്നെയാണല്ലോ ആതിരയും. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ആതിരയുടെ കല്യാണം അങ്ങ് നടത്തണമെന്ന് പറയുമ്പോൾ ഈ മാഷും കമലയും വിചാരിക്കുന്നത് ആതിരയുടെയും സന്ദീപിൻ്റെയും കല്യാണം നടത്താനാണ് അവന്തിക പറയുന്നതെന്നാണ്. സ്ത്രീധനത്തിൻ്റെയും ബാക്കി ചെലവുകളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. അന്നേരം ഈ കടപ്പാടൊക്കെ നമ്മൾ എവിടെ വന്ന് തീർക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഇതുപോലൊരു വിവാഹ ആലോചനയുമായിട്ട് ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അതുപോലെ വന്നതാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങ് ആകെ സന്തോഷത്തിലാണ്. സന്ദീപിൻ്റെയും ആതിരയുടെയും വിവാഹമാണ് പറയുന്നതെന്ന് കരുതി. പക്ഷെ പെട്ടെന്ന് അവന്തി എഴുന്നേറ്റിട്ടങ്ങ് പറയുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ആതിരയ്ക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ അവരങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ച സഹായം. ഈ കല്യാണത്തിന് വേറെ നിങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, ആതിരയും അല്ല അനഘയും സന്ദീപുമായിട്ടുള്ള. പക്ഷേ ഇത് മുടക്കമൊന്നും നടക്കുന്നത് അർച്ചനയാണ്. അതുകൊണ്ട് അർച്ചനയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അതാണ് ഞാൻ നേരത്തെ ചോദിച്ച സഹായം. നിങ്ങൾക്ക് ചെയ്ത വലിയ വലിയ സഹായങ്ങൾക്കുള്ള ഉപകാര സ്മരണ ചോദിച്ചു വാങ്ങാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ് കമലയിടത്ത് നേരത്തെ പറഞ്ഞ കടപ്പാട് കാണിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്ക് ഇല്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അച്ഛനെ പോലെ തന്നെ അനിയത്തിയെ സ്നേഹിക്കുന്നൊരു ചേച്ചിയാണ് ഞാനും. അവൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ വാങ്ങിക്കൊടുക്കും. അതിനെതിരായിട്ട് ഇതിപ്പോൾ പണമായിട്ടായാലും പവറായിട്ടായാലും ആരെതിരെ നിന്നാലും ആ തടസ്സങ്ങളൊക്കെ ഞാൻ നീക്കുക തന്നെ ചെയ്യും. അതിലുള്ള കല്യാണ ചെലവെല്ലാം ഞാൻ വഹിക്കും. ഇനിയിപ്പോൾ അവൾക്ക് ഹയർ സ്റ്റഡീസിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതും ഞാൻ നടത്തും. അതുകൊണ്ട് ഈ സഹായം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്നൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അവസാനം അവന്തിക സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവന്തിക ഇറങ്ങുകയാണ്. അന്നേരം മാഷും ഈ കമലയും കൂടി ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. തന്ന കാറിൽ കയറാൻ നേരവും അവന്തിക പറയുന്നുണ്ട്. മുറ്റത്ത് അവർ നിൽക്കുമ്പോഴും മാഷും കമലയും കൂടി നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനിവിടെ വന്ന് സംസാരിച്ചതും വന്നതും അർച്ചന അറിയണ്ട. പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് ഉപകാരസ്മരണ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രസവിക്കാത്ത അർച്ചനയെ കൊണ്ട് അർച്ചനയ്ക്ക് സച്ചിയെ കൊണ്ടൊരു ജീവിതം കൊടുത്തതിൻ്റെ കഥകളൊക്കെ എനിക്ക് പറയേണ്ടി വരും. ചില കഥകളൊക്കെ കഥകളായിട്ട് ഇരിക്കുന്നത് തന്നെയല്ലേ നല്ലതെന്നും പറഞ്ഞ് ആ ഒരു ദുഷ്ട വിചാരത്തോടെ ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ചിട്ട് അങ്ങ് കാറ് കയറി പോവുകയാണ്. അന്നേരം ആകെ തളർന്ന് നിൽക്കുകയാണ് ഈ അർച്ചനയുടെ അച്ഛനും അമ്മയും. ഇതേസമയം സേതുമാധവൻ അനഘയെയും സന്ദീപിനെയും വിളിച്ചു നിർത്തി കല്യാണത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ്. ഞാൻ ചോദിച്ചതിന് വീണ്ടും നീ ഉത്തരം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്നങ്ങ് പെട്ടെന്ന് സന്ദീപ് പറയുകയാണ്. തുടർന്ന് വീണ്ടും പറയണം, ഒന്നാമത് ഞാൻ വിവാഹത്തിന് പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇപ്പോഴും നമ്മുടെ ഓഫീസിൽ ഒരു കൂലിക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത്. സ്വന്തം കാലിൽ നിന്നിട്ട് മതി വിവാഹം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നിനക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്തിനാണ് കൂലിക്കാരനായിട്ട് ജോലി ചെയ്യുന്നത്? എൻ്റെ സ്വത്തുക്കൾക്കെല്ലാം നീയും അവകാശിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു കാരണമല്ല എന്ന് പറയുകയാണ്. അന്നേരം ആകെ വിഷമിച്ചിങ്ങനെ അനഘയാണെങ്കിൽ സന്ദീപിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അർച്ചന വരികയാണ്. ആ പറഞ്ഞതൊക്കെ കാരണം തന്നെയാണ്. സ്വന്തമായിട്ട് ജോലിക്ക് പോയി ആ ഒരു പൈസ കൊണ്ട് പെണ്ണിനെ പോറ്റണമെന്ന് പറയുന്നത് അത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലല്ലോ. ഒന്നാമത് വിവാഹം തീരുമാനിച്ചപ്പോൾ ഇവരുടെ അഭിപ്രായം ചോദിച്ചില്ല. അപ്പോൾ സന്ദീപിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് നടത്തുമ്പോഴെങ്കിലും അതിൻ്റെ അഭിപ്രായം ചോദിക്കേണ്ടത്, അതിന് കുറച്ച് സമയം കൂടി കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അവരുടെ വിഷമം കൊണ്ടാണ് കണക്കിലെടുത്താണ് ഞാൻ ചോദിച്ചത്. ജ്യോത്സ്യം പറഞ്ഞത് 7 ദിവസത്തിനും വിവാഹം നടത്തണമെന്നല്ലേ എന്നൊക്കെ സേതുമാധവനും തൻ്റെ ന്യായീകരണം പറയുന്നുണ്ട്. അന്നേരം കവടി നേരത്തെ പറയുന്ന അനുസരിച്ച് നമുക്ക് ജീവിക്കാനൊക്കൂ, നമ്മളല്ലേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അവന് കുറച്ച് സമയം കൊടുക്ക്. ഞാനിതൊന്നും പറയാൻ ആളല്ല, പക്ഷേ സന്ദീപിൻ്റെ അഭിപ്രായം കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ്റെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകരുത് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ അങ്ങ് പോവുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് സങ്കടത്തോടെ അങ്ങ് അനഘ നിൽക്കുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. ഇതേസമയം അവന്തികയാണെങ്കിൽ തിരിച്ച് കാറിൽ വരികയാണ്. അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ്. എന്തായാലും സന്ദീപിൻ്റെ ജീവിതത്തിൽ നിന്നും ആതിരെ ഏറെക്കുറെ ഒഴിവാക്കി കളഞ്ഞു. ഇനിയിപ്പോൾ സേതുമാധവൻ്റെ ആ മെഡിക്കൽ റിപ്പോർട്ടും അർച്ചനയുടെ കയ്യിലിരിക്കുന്ന അതിൻ്റെ കോപ്പിയുമാണ്. അതും കൂടി എങ്ങനെയെങ്കിലും വാങ്ങിച്ച് നശിപ്പിക്കണമെന്നൊക്കെ ചിന്തയിൽ വണ്ടി ഓടിച്ച് അവന്തി വരികയാണ്.
തുടർന്ന് അർച്ചനയാണെങ്കിൽ ഡോക്ടർ അബ്ദുൽ ഖാദറിനെയും സന്ധ്യയും കണ്ട് നന്ദിയൊക്കെ പറയുകയാണ്, കൂടെ നിന്നതിനും വിവാഹം മുടക്കാൻ സഹായിച്ചതിനുമൊക്കെ. അന്നേരം നന്ദി എന്ന വാക്കിൽ ഒതുക്കാവുന്നതല്ല, ആ സന്ധ്യയുടെ ജീവൻ രക്ഷിച്ചത് അർച്ചനയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് അവന്തികയെ ഇനിയും അടങ്ങിയിരിക്കില്ല, സൂക്ഷിക്കണമെന്നൊക്കെ ഡോക്ടർ മുന്നറിയിപ്പ് നൽകുകയാണ്. തുടർന്നും സന്ധ്യ ചോദിക്കുന്നുണ്ട്, ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് തുറന്നു പറയാമെന്ന്, സേതു മാധവനോട് തുറന്നു പറയാമെന്ന് പറയുമ്പോൾ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, അതിനെതിരെ അതിൻ്റെ മുകളിൽ വീണ്ടും കള്ളങ്ങളൊക്കെ നിരത്തി അവർ രക്ഷപ്പെടും. ചിലപ്പോൾ ഈ കളി അവസാനിക്കുന്നത് ആരുടെയെങ്കിലും ജീവൻ എടുത്തുകൊണ്ടായിരിക്കും. അവസാനം വരെ ഞാൻ പൊരുതും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറും സന്ധ്യയും അർച്ചനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവന്തിയെ ശിക്ഷിക്കാനായാലും അർച്ചനയെ രക്ഷിക്കാനായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും, എല്ലാത്തിനും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇതേസമയം അവന്തിക വന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മാഷും കമലയും കൂടി അനൂപിനോട് മീരയോട് സംസാരിക്കുകയാണ്. കമല പറയുന്നുണ്ട്, അവന്തിക വന്ന് ഇങ്ങനെ ഒരു സഹായം ചോദിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് എങ്ങനെയാണ് പറയുന്നതെന്ന്. അന്നേരം മീര അങ്ങ് ദേഷ്യപ്പെടുകയാണ്, എന്തിനത് പറ്റില്ല എന്ന് പറയണം, കല്യാണത്തിൻ്റെ മുഴുവൻ ചെലവും അവന്തിക വഹിച്ചോളാമെന്ന് പറഞ്ഞു, കൂടാതെ എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു, ഇത്രയും ഒരു സൗഭാഗ്യം വേറെ എവിടെ കിട്ടാനാണെന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിക്ക് അനാഥയൊന്നും അല്ലല്ലോ, ആരുടെയും ചെലവിൽ പഠിക്കുകയും കല്യാണം കഴിക്കുകയോ ഒന്നും വേണ്ട എന്നൊക്കെ അനൂപ് അങ്ങ് പറയുകയാണ്. അന്നേരം അവന്തിക ചോദിച്ച സഹായം എങ്ങനെ വേണ്ടാന്ന് പറയുമെന്ന് ഇങ്ങനെ മാഷ് നിൽക്കുകയാണ്. അന്നേരം എന്തിന് വേണ്ടാന്ന് പറയും, നമ്മൾ അതിന് മുന്നേ ഒരു കല്യാണം തീരുമാനിക്കാൻ പോവുകയല്ലേ എന്നിങ്ങനെ അനൂപ് ചോദിക്കുകയാണ്. അന്നേരം ആര് തീരുമാനിക്കാൻ പോകുന്നു, നീയല്ലേ അങ്ങനെ തീരുമാനമെടുത്തത്, ആതിരയോട് ഇങ്ങനെ ഒരു അഭിപ്രായമെങ്കിലും ചോദിച്ചോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അനൂപിന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. നീ പറഞ്ഞില്ലേ സന്ദീപ് അവൻ്റെ അച്ഛനോട് അനുവാദം ചോദിക്കാതെ നിൽക്കുന്നു എന്നൊക്കെ, അത് വയസ്സായ ഒരു അച്ഛനിപ്പോൾ മക്കളെ കണ്ട് എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടാവും, അത് സേതുമാധവൻ ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നൊക്കെ സന്ദീപ് സന്ദേഹപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ പറയാത്തത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ കാലത്ത് ഒരു പെണ്ണും ചെറുക്കനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പോയി ജീവിതമൊക്കെ തുടങ്ങി ജീവിക്കാം. പക്ഷേ ഈ ആതിരയും സന്ദീപും കൂടി എന്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുക്കുന്നില്ല, അവർക്ക് നമ്മളെ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ അങ്ങ് മാഷ് ചോദിക്കുമ്പോൾ അനൂപിനോട് ഉത്തരമില്ല. പിന്നെയും കമല അങ്ങ് വിഷമിക്കുകയാണ്. എങ്ങനെ ആ സഹായം, അവന്തിക ചോദിച്ച സഹായം എങ്ങനെ വേണ്ടാന്ന് പറയാൻ നിൽക്കുമ്പോൾ അത് തന്നെ വേണ്ടാന്ന് പറയണ്ട, എത്രയും പെട്ടെന്ന് ആതിരയ്ക്ക് വേറൊരു വിവാഹം ഉറപ്പിച്ച് അതങ്ങ് നടത്തണമെന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും മീഡിയയിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താകും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ്. ഇതിപ്പോൾ 5ാം ഗാനം തീർന്നത് കൊണ്ട് 1 മണിക്കൂറുണ്ട്. ഇത്രയുമാണ് പുതിയത്. താങ്ക് യു.